ഈ വെൽനസ് ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ജോലി ചെയ്ത് തുടങ്ങുന്നു. ഒരാൾ ജോലി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലൊരു രീതി വിവാഹത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് ഇപ്പം കുറച്ച് മാറി വരുന്നുണ്ടെങ്കിലും കല്യാണം കഴിക്കുക, ജോലി സെറ്റിലായി കഴിഞ്ഞാൽ അതാണ് അടുത്ത സ്റ്റേജ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വെൽനസ് എങ്ങനെയാണ് ഈ കല്യാണം കഴിക്കുന്നൊരു സ്റ്റേജ് ആവുന്ന സമയത്ത് അതിനുശേഷം അങ്ങനെയൊക്കെ ഉണ്ടോ? അതെ, അതിന് ഞങ്ങളുടെ ഉള്ള ഒരു വെൽനസ് പാക്കേജാണ് പ്രീ മാരിറ്റൽ വെൽനസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പാക്കേജ് അവൈലബിൾ ആണ്. അപ്പം ഒരു വിവാഹ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ നമുക്ക് മാനസികവും ആരോഗ്യപരമായിട്ടുള്ളൊരു സുഖം വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകങ്ങളാണ് അല്ലേ. അപ്പോൾ നല്ല മാനസിക ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ നല്ലൊരു ദാമ്പത്യം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം രണ്ട് വ്യക്തികളുടെയും, അതായത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും രണ്ട് പേരുടെയും മാനസിക ആരോഗ്യം ഒരു കുടുംബ ജീവിതത്തിലേക്ക് പോകുമ്പോൾ വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. അപ്പം ആ ഒരു മാനസിക ആരോഗ്യം മോശമാണ് എന്നുണ്ടെങ്കിൽ അത് പലതരം അസുഖങ്ങളിലേക്ക് നയിച്ചു എന്ന് വരാം. അപ്പം നല്ലൊരു മാനസിക ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുകയും അവർക്ക് ഇപ്പോൾ കറൻ്റ്ലി അവർക്ക് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതിനെയെല്ലാം വെൽനസിൻ്റെ ഒരു പ്രോട്ടോക്കോളിലൂടെ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ട് അവർക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതമാണ് വെൽനസ്സിലൂടെ ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നത്. ഡോക്ടർ, ഇതിപ്പം പ്രീ മാരിറ്റൽ പറഞ്ഞല്ലോ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്ന് പോസ്റ്റ് പാർട്ടമാണ്. അതായത് ഇപ്പം സ്ത്രീകളും പുരുഷന്മാരും പോസ്റ്റ് പാർട്ടത്തിലൂടെ കടന്നു പോകുന്ന കഥകൾ കേട്ടിട്ടുണ്ട്. പലരും പലരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ മകൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ആഗ്രഹിച്ചു തന്നെയാണ് കുട്ടി ഉണ്ടായത്. അങ്ങനത്തെ കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പം എന്താണ് ശരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പോസ്റ്റ് പാർട്ടം എങ്ങനെയാണ്? പോസ്റ്റ് പാർട്ടം ഞങ്ങൾ മെയിൻലി ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു അമ്മയും അതിനൊപ്പം ജനിക്കുകയാണല്ലോ. അപ്പം പോസ്റ്റ് പാർട്ടം വെൽനസ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജാണ് ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പോസ്റ്റ് പാർട്ടം വെൽനസ്സിൽ ആ നവജാത ശിശുവിന് അല്ലെങ്കിൽ ജനിച്ച കുഞ്ഞിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് അമ്മയ്ക്ക് നമ്മൾ നൽകേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചില സ്ത്രീകൾക്ക് പ്രസവത്തിന് ശേഷം അവർക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പോലുള്ള കണ്ടീഷൻസ് ചിലരിൽ ഡെവലപ്പ് ആകുന്നു. അപ്പം അതുപോലെ അവർ കഴിക്കുന്ന ആഹാരമായിക്കൊള്ളട്ടെ, അവരുടെ ശരീരം ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകും. ഇതെല്ലാം അവരുടെ മാനസികാവസ്ഥയും പിന്നെ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ചേഞ്ചസ്, ഇതെല്ലാം ഒരു ഡെലിവറി കഴിഞ്ഞൊരു സ്ത്രീക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ അവർ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് അവരുടെ വയറ്റിലുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക്. ഈ സ്ട്രെച്ച് മാർക്ക്, അതേപോലെ അബ്ഡോമൻ വന്നിട്ട് ഒരുപാട് ഹാങ് ആയിട്ടിരിക്കുക, ഇതെല്ലാം ഓരോ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ പോസ്റ്റ് പാർട്ടം വെൽനസ്സിൽ കൂടെ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ആയുർതെറാപ്പി കഴിഞ്ഞാൽ, ഇപ്പോൾ ആയുർവേദത്തിൽ പ്രസവരക്ഷ ചെയ്ത് കഴിഞ്ഞൊരു സ്ത്രീകൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഞ്ജീവനിയുടെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് ഇപ്പോൾ എനിക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്, പ്രസവം കഴിഞ്ഞ ഒരാളെടുത്ത് നമ്മൾ പോയിട്ട് സംസാരിക്കണമെങ്കിൽ അവർ പറയും, അയ്യോ എനിക്ക് നടുവേദനയുണ്ട്. അയ്യോ നടുവേദന, അത് പ്രസവം കഴിഞ്ഞതല്ലേ, ഓഫ്കോഴ്സ് നിങ്ങൾക്ക് നടുവേദന ഉണ്ടാകും എന്നെല്ലാവരും കോമൺലി പറയുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ആ നടുവേദന എങ്ങനെ ഡെവലപ്പ് ആകുന്നു ഒരു സ്ത്രീക്ക്, ആ ഒരു ചോദ്യത്തിന് നമുക്ക് ആർക്കും ഒരിക്കലും ഉത്തരം കിട്ടിയിട്ടില്ല. പ്രസവം കഴിഞ്ഞെങ്കിൽ അഫ്കോഴ്സ് നടുവേദനയുണ്ട്, പക്ഷെ പ്രസവരക്ഷയൊക്കെ ചെയ്തതാണ് എന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സഞ്ജീവിനിയുടെ പോസ്റ്റ് പാർട്ടം വെൽനസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു ഘടകമാണ് സ്ത്രീകളിൽ ഈ നടുവേദന എന്ന് പറയുന്നൊരു പ്രോബ്ലം എങ്ങനെ നമുക്ക് അതിനെ ഫോക്കസ് ചെയ്ത് അതിനി അവർക്ക് വരാതിരിക്കാൻ എന്ത് കാര്യം ചെയ്യാം. അതിന് ഞങ്ങളിപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് സ്പോർട്സ് മെഡിസിനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയോമെക്കാനിക്സ് ലാബ്, ഗേറ്റ് ലാബ് എന്ന് പറയും. അപ്പോൾ ഈ പ്രസവത്തിന് ശേഷം നമ്മുടെ ഈ ബാക്ക് മസിൽസ് ഒക്കെ വീക്കായിരിക്കും. ഈ ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അല്ലേ. ഡ്യൂറിങ് ഡെലിവറി സമയം, അത് സിസേറിയൻ ആയിക്കൊള്ളട്ടെ നോർമൽ ഡെലിവറി ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഈ ബാക്ക് മസിൽസിൻ്റെ വീക്ക് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രസവകാലം എന്ന് പറയുന്നത് ഒരു 9 മന്താണ്, ഒരു ജസ്റ്റേഷണൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഈ 9 മന്ത് നമ്മളുടെ പോസ്ചറിൽ ഒരുപാട് ചേഞ്ചസ് വരും. അപ്പം ഈ ചേഞ്ചസിനെ നമ്മൾ ആ ലോ ബാക്ക് മസിൽസിനെ കറക്റ്റ് ചെയ്യുകയും നമ്മളെ ആ കോർ മസിൽ, അതായത് നമ്മുടെ ബാക്കിലെ കോർ സ്ട്രെങ്തനിങ് എക്സസൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത്, അത് നമ്മുടെ ഒരു പോസ്റ്റ് പാർട്ടം വെൽനസിൻ്റെ മെയിൻ പാർട്ടിലൊന്നാണ്. ലോകത്തിൽ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസിയും ഹൈ ഇൻറ്റൻസിറ്റി ഫ്രീക്വൻസിയും ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക്, നമ്മുടെ അബ്ഡോമിനലിൽ വരുന്ന അബ്ഡോമൻ കുറച്ച് ഹാങ് ആയി കിടക്കുമല്ലോ ഡെലിവറിക്ക് ശേഷം, അപ്പോൾ അതിനെ നമ്മൾ ടൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അബ്ഡോമിനൽ ബാൻഡേജിങ് ചെയ്യും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക്
നമുക്ക് അതിനെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇക്വിപ്മെൻറ്റ്സ് ആണ് നമ്മൾ ഈ പോസ്റ്റ് പാർട്ടം വെൽനസ്സിൽ കൂടെ നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഈ സ്ട്രെച്ച് മാർക്സ് പറഞ്ഞല്ലോ, അതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ബെല്ലിയൊക്കെ, അത് ഗർഭം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ മാത്രമാണോ പറ്റുള്ളൂ, അത് വർഷങ്ങൾക്ക് ശേഷം സാധിക്കും? വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞാലും നമുക്കത് മാറ്റിയെടുക്കാം. അപ്പോൾ അത് എത്ര നാളത്തെ ഒരു പ്രൊസീജിയറാണ്? ഓരോ വ്യക്തികളിലും അവരുടെ അബ്ഡോമിനിൽ ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്കും അവരുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇതാകുന്നതും ഒക്കെ ഡിഫറെൻറ്റ് ഇതിലായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്ക് ഡിഫറെൻറ്റ് ടൈം ഓഫ് ഡ്യൂറേഷൻ ആയിരിക്കും ഓരോ ട്രീറ്റ്മെൻറ്റിനും വേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ നേരത്തെ പ്രീ മാരിറ്റൽ വെൽനെസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ മാനസികമായിട്ടുള്ള അവരുടെ ഒരു സ്ട്രെങ്തനിങ് മാത്രമാണോ, അതോ വേറെ എന്തെങ്കിലുമൊക്കെ? മാനസികം മാത്രമല്ല, നമ്മുടെ ജനറ്റിക് ഓർഗൻസ് ഒക്കെ സിറ്റുവേറ്റഡ് ആയിരിക്കുന്നത് പെൽവിക് ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. അപ്പം ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വരുന്ന ഒരു മസിലാണ് പെൽവിക് കോർ മസിൽസ് എന്ന് നമ്മൾ പറയും. ഈ പെൽവിക് കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതും വളരെ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ? നമുക്ക് ഇൻഫെർട്ടിലിറ്റി പോലുള്ള പ്രശ്നങ്ങളൊന്നും ഭാവിയിൽ ഉണ്ടാകാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിവെൻഷനാണ് നമ്മൾ ഈ പെൽവിക് കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ചിലർക്ക് ലിബിഡോ സെക്ഷലി ഇത് കുറവായിരിക്കും. അപ്പോൾ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഈ പെൽവിക് കോർ മസിൽസ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മൾ സെക്ഷലി ഡിസ്ഫങ്ഷൻ ഉള്ള ആൾക്കാർക്ക് അതിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും ഈ മസിൽസിനെ പെൽവിക് കോർ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിലൂടെ ഇപ്പം ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്ന കേസസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കേസുകൾ, ഇപ്പം ലിബിഡോ കുറവായിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെല്ലാം വളരെ എഫക്റ്റീവാണ്. അപ്പോൾ അത് ശരിക്കും പ്രീ മാരിറ്റൽ എന്നല്ല, ഇൻ ജനറൽ ഒരു യൂത്തിന് വേണ്ടി ഉള്ളൊരു കാര്യം. ഒരു ഏജ് ഉണ്ടോ അതിന്? ഏജ് ഇല്ല. അതായത് ഇപ്പോൾ പ്രീ മാരിറ്റൽ വെൽനെസ്സിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളിലും ഈ പെൽവിക് കോർ മസിൽസിന്റെ സ്ട്രെങ്തനിങ് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ പ്രോസ്റ്റേറ്റ്, പുരുഷന്മാരിൽ കുറച്ച് പ്രായമാകുമ്പോൾ കണ്ടുവരുന്ന ഒരു രോഗമാണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതിനുമൊക്കെ ഇത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് പ്രായമായ ആൾക്കാരിൽ യൂറിൻ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റില്ല. ഇൻ കേസ് ഇനി എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള കേസിൽ, അല്ലെങ്കിൽ കുറച്ച് പ്രായമാകുമ്പോൾ അവരുടെ ഒരു യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനുള്ള ഒരു കപ്പാസിറ്റി വന്നിട്ട് കുറയും. ആ കപ്പാസിറ്റീനെ ഇംപ്രൂവ് ചെയ്യുന്നതിനും ഈ ഇക്വിപ്മെൻറ്റ് വളരെ ഹെൽപ്ഫുള്ളാണ്.